പിടിച്ചോ. ടേസ്റ്റ് ഉണ്ടല്ലേ? ലിയോറയ്ക്ക് എള്ളുണ്ട് ഇഷ്ടമാണ്. അപ്പോൾ ലിയോറയുടെ ഫേവറേറ്റ് എള്ളുണ്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞ ചെറിയ കുട്ടികൾക്ക് നവരയരി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നവരയരി, ഇതുകൊണ്ട് ഫ്ലാക്സ് സീഡ് ഒക്കെ ചെറിയൊരു അളവിൽ. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നവരയരിയും ഫ്ലാക്സ് സീഡും വറുത്തു. പിന്നെ ഇതിൽ മക്കാന, ബദാം, വാൾനട്ട്, പിസ്ത, പിന്നെ എള്ള് വറുത്തത്, ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കൂടെ പൊടിക്കും ഞാൻ. പൊടിച്ചിട്ട് നമ്മൾ എള്ള് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ എള്ള് പ്രശ്നമില്ല. മറ്റേതൊക്കെ വളരെ ചെറിയ അളവിൽ, ഈ ഫ്ലാക്സ് സീഡും നവരയരിയൊക്കെ കുറച്ച് ചെറിയ അളവിൽ. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ ആയുർവേദം പറഞ്ഞാൽ നവരയരി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസറിനെ തടയുമെന്നാണ് പറയുന്നത്. നമ്മൾ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ നവരയരിയൊക്കെ ഇട്ടിട്ടാണ് ഉലുവാക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഞാൻ വറുത്ത് പൊടിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ എള്ളും വറുത്തു. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, മധുരം ശർക്കരയൊന്നും ഇടില്ല, പഞ്ചസാരയും ഇടില്ല. ഡ്രൈ ഫ്രൂട്ട്സ്, ഈന്തപ്പഴം, മുന്തിരി, പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉള്ളത് നമ്മുടെ പഴം ഉണക്കിയതാണ്, നല്ല പഴം ഉണക്കിയതുണ്ട്. അപ്പോൾ അതും കൂട്ടി ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കുക. ദിവസം ഒരു ഉണ്ട വെച്ച് നല്ല ഇൻട്രസ്റ്റിൽ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു ഫുഡ് ആയി, കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഇനി നമ്മൾ എല്ലാം ഞാൻ വറുത്തെടുത്തു. അപ്പോൾ വറുക്കുമ്പോൾ നമുക്ക് തിന്ന് നോക്കുമ്പോൾ അറിയാം നല്ല സ്വാദുണ്ട്. ഇതിൽ ഫ്ലാക്സ് സീഡ് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ നവരയരി ഇട്ടിട്ടുണ്ട്. ഇനി എള്ള് കുറച്ച് അധികം ഇടാം, നമുക്ക് ഉള്ളവർക്ക് അത് ഇട്ടോ. ബാക്കി നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വറുത്ത് ഇതിൻ്റെ കൂടെ കൂട്ടാം. ഇനി ഇത് നമ്മളെന്ത് വെച്ചാൽ അങ്ങനെ തന്നെ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമുക്ക് അന്നന്നേക്ക് ആവശ്യത്തിനുള്ള ഉണ്ട ഉണ്ടാക്കിയാൽ മതി. ഇത് പൊടിച്ചൊരു ടിന്നിലാക്കി നമുക്ക് വെക്കാം. ഇതിപ്പോൾ നമ്മളിതേ പൊടിച്ചെടുത്തു. ഇത് പൊടിച്ചെടുത്തതിൽ ഇനി നമുക്ക് ഇന്നേക്ക് ആവശ്യമുള്ള കുറച്ചെടുക്കാം. അതിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീസ്പൂൺ നെയ്യിൽ 1 പിടി തേങ്ങ വറുത്തു. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ തെങ്ങി, മുന്തിരി, ഈന്തപ്പഴവും പഴം ഉണക്കിയത്, ഇപ്പോൾ ഇത് 3 ഐറ്റം എൻ്റെ ഉള്ളൂ. ഇതും കൂട്ടി പൊടിയും കൂട്ടി ഞാൻ മിക്സിയിലിട്ട് ഒന്നുകൂടി പൊടിച്ച് ഉണ്ടയാക്കും. അതപ്പോൾ നമ്മൾക്കും കഴിക്കാം, കൊച്ചിനും കൊടുക്കും. ഈ പൊടിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഈ പൊടി നമ്മളൊരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചോ. അപ്പം നമുക്ക് ആവശ്യമാകുമ്പോൾ അതിൽ നിന്ന് എടുക്കുക, ഈ ഐറ്റംസൊക്കെ ചേർക്കുക. എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്തോ, അതിനൊന്നും കുഴപ്പമില്ല. കുറച്ച് തേങ്ങയും കൂട്ടിയിടുക. നമുക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. ഉണ്ട ശരിയായിട്ടുണ്ട്. ഇനി ബാക്കി പൊടി ഞാൻ ഇതിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കും. നമുക്ക് ആവശ്യമാകുമ്പോൾ തീർത്ത് ഉണ്ടാക്കിയാൽ മതി. ഇതിൽ നിന്ന് ഇത് ഫുള്ളുണ്ടേയും ഇന്ന് ചിലവാകില്ല എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യത്തിനുള്ള വെച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ ചെപ്പിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നാളെ എടുക്കാൻ പറ്റും. കാരണം പുറത്ത് വയ്ക്കാൻ പറ്റില്ല, തേങ്ങയും ഒക്കെ കൂട്ടിയാക്കുന്നത് കൊണ്ടാണ്. തേങ്ങ കൂട്ടാണ്ടിരുന്നാൽ നമുക്കിത് പുറത്ത് വെച്ച് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം. ഈ പൊടിച്ചത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. ഇനി എപ്പോഴെങ്കിലും ആവശ്യമാകുമ്പോൾ എടുത്ത് ഉണ്ടാക്കും. ഫ്ലാക്സ് സീഡ്സ് ആസ് സച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാം. ഇത് നമ്മൾ വറുത്തിട്ട് പൊടിക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലണം. ഉച്ചറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിക്കാനായിട്ട് കൊടുക്കുക. കുടിച്ചോ. ടേസ്റ്റ് ഉണ്ടല്ലേ? ലിയോറയ്ക്ക് എള്ളുണ്ട് ഇഷ്ടമാണ്. വെള്ളം വേണ? ഇപ്പൊന്നും കൊടുക്കണ്ട വെള്ളം. അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഫൈബർ ഉള്ളത് കൊണ്ട് ഇത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാ അതിപ്പോ ഫ്ലാക്സ് സീഡ് ഉള്ളത് കൊണ്ടാണ്, കുറച്ച് ഫൈബർ കൂടുതലുള്ള സാധനമാണ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചുകൂടി വെള്ളം കൊടുക്കണം എന്നുള്ളത്. എള്ളുണ്ട പിടിച്ചോ. ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടായ?
ലിയോറയുടെ കഴിക്കൽ കണ്ടിട്ട് അവൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കൊടുക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.